ഈ രേണുസുതി എന്ന് പറയുന്ന ഇവളെന്ന് പറഞ്ഞാലേ അതായത് നമ്മുടെ ഈ കേരളത്തിൽ ഏറ്റവും മാനസികമായിട്ട് ദാരിദ്ര്യം പിടിച്ച ഒരു പെണ്ണെന്ന് പറയത്തില്ല, ഒരു സ്ത്രീ എന്നൊക്കെ പറയത്തില്ലേ, അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇവളെന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് ഇവള് പറഞ്ഞത്, ഞാൻ ആരുടെ റീല് കാണാറില്ല, ഞാൻ ആരുടെ പോസ്റ്റ് കാണാറില്ല, ഞാൻ ഒന്നും കാണാറില്ല, ഞാൻ നെഗറ്റീവ് കമന്റ്സ് കാണാറേ ഇല്ലെന്ന് ഇവളാണ് കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ആരയച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒന്നും കാണാറില്ല, നെഗറ്റീവ് കമന്റ്സ് പറയുന്നവരങ്ങ് പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്ന് ഇവള് തന്നെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് ഈ സജീനയുടെ വ്ളോഗ്സിലൂടെ ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവള് പറയുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഇവള് വന്നിട്ട് സ്റ്റോറിയിൽ ഇട്ടേക്കണേ, ഇവളുടെ സ്റ്റോറിയിൽ കൊണ്ടുവന്നിട്ടേക്കണേണ്. സ്റ്റോറി ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. അതായത് ശ്രുതി എന്ന സെന്റിമെന്റ്സ് രേണുവിൽ നിന്ന് പോയി. ഓക്കെ, കാണുന്നില്ല. ഡബിൾ മീനിങ് സംസാരം രേണു കല്യാണം കഴിക്കുന്നതല്ല തുറന്നെടുത്ത് സായി കൃഷ്ണ, നമ്മുടെ സീക്രട്ട് ഏജന്റ് ആണെന്ന് തോന്നുന്നല്ലേ? സായി കൃഷ്ണ അതല്ലേ? അത് സാരില്ല, അല്ലേ? സായി കൃഷ്ണ അല്ലേ സീക്രട്ട് ഏജന്റ്? ആഹാ, ശ്രുതി എന്താ പോയോ? ആരാ പറഞ്ഞ പോയെന്ന്? സായി കൃഷ്ണ, ശ്രുതി പോകുന്നില്ല, കൊല്ലശ്രുതിയുടെ ഭാര്യയാണ് ഞാൻ. അപ്പം ശ്രുതി എന്തായാലും ഇപ്പൊ പോകുന്നില്ല. ഓക്കെ, രേണുസുതി 100 വട്ടം രേണുസുതി. ഇവളാണോ കഴിഞ്ഞ ദിവസം മീഡിയാസിന് മുമ്പിൽ വന്ന് പറഞ്ഞത്, ഞാൻ ആരുടെയും സ്റ്റോറീസും കാണാറില്ല, ആരും റീൽസും കാണുന്നില്ല, ഞാൻ ഒരു വ്ളോഗ്സും കാണാറില്ല, ഞാൻ ഒന്നും കാണാറില്ല, ഞാൻ ആകെ എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി, ഞാൻ ജസ്റ്റ് റീൽസും കണ്ട് അല്ലെങ്കിൽ റീൽസ് ഇട്ട് ഞാൻ അങ്ങ് പോകും. എന്നിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ റീൽസ് എടുക്കുക, എന്നിട്ട് പിന്നെ വേറെ ഒരു വർക്കുമില്ല, പിന്നെ എനിക്ക് തിരക്കാണ്. എനിക്ക് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊന്നുമോളെ രേണു, നിന്നോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ റീച്ചിന് വേണ്ടി കാട്ടിക്കൂട്ടണം എന്നൊക്കെ എല്ലാവർക്കും തന്നെ ഇപ്പം മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ കമന്റ് ബോക്സ് തന്നെ നോക്കുമ്പോൾ തന്നെ മനസ്സിലായി, നിന്നെ മടുത്തു, നീ ആദ്യം അത് മനസ്സിലാക്കിക്കോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണു നീ സുധീനെ മറന്നു എന്ന കാര്യം ഏകദേശമൊക്കെ ഉറപ്പായിട്ടുണ്ട്. കാരണം വെച്ചാൽ നീ തന്നെ അദ്ദേഹം മരിച്ചത് എന്നാന്ന് വെച്ചപ്പോൾ നീ തന്നെ പറയണേ 2022 നല്ല ഓർമ്മയല്ലേ? നിന്റെ മനസ്സിൽ ശ്രുതി തന്നെ ഉണ്ട്, സമ്മതിച്ചു. നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല സൂപ്പർ ഭാര്യ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇവളുടെ അടുത്തൊരു സ്റ്റോറി കൂടെ ഉണ്ട്. നമ്മുടെ ആറാട്ടണല്ലേ, ആറാട്ടണനെ ഇവൾ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്നും പറഞ്ഞിട്ടൊരു സ്റ്റോറി ഉണ്ട്. അത് ഞാൻ ഈ സൈഡിലൊന്ന് വെക്കാം കേട്ടോ. അതെ, ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാലും ആരെ കെട്ടിയാലും ആറാട്ടെണ്ണ നിങ്ങളെ മാത്രം ഞാൻ കല്യാണം കഴിക്കത്തില്ല, ഞാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല കല്യാണം കഴിക്കാൻ. ഓക്കെ, എടി പൊന്നുമോളെ, നീയൊന്നും അയാളെ കല്യാണം കഴിക്കരുത്. കല്യാണം കഴിച്ചത് എന്താണെന്നറിയാമോ? അയാൾക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ളതാണ്. നിന്റെ അത്ര അയാൾക്ക് വലിയ ഇതില്ല. പക്ഷെ നിനക്കെന്ന് പറഞ്ഞാലല്ലേ, നീ അതായത് നീ റീച്ചിന് വേണ്ടി എന്തും കാട്ടിക്കൂട്ടുന്ന ആളാ. അപ്പം ഇത് ഓർക്കാനേ വയ്യ. നിന്നെക്കാളും വിദ്യാഭ്യാസം ഇച്ചിരി ബോധമൊക്കെ ഉള്ള ആളാ. പക്ഷെ അയാളെന്ന് ഇങ്ങനെ കാട്ടിക്കൂട്ടണമെന്ന് അറിയത്തില്ല. പക്ഷെ നിന്റെ അത്ര അതമ്പതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ വളരെയധികം അതമ്പതിച്ച് പോയവളാ നീ. ഇനി ആറാട്ടണന്റെ ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രതികരണം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ ഒരിക്കലും രേണുസുതിയെ കല്യാണം കഴിക്കില്ല, കാരണം എനിക്ക് താല്പര്യമില്ല. എൻ്റെ ന്യൂസിലൊക്കെ കണ്ടവർ കല്യാണം ചെയ്യാൻ പോകുന്ന ആരെയാണ്. ഞാൻ ഒരിക്കലും രേണുസുതി കല്യാണം കഴിക്കില്ല, കാരണം എനിക്ക് അവരെ താല്പര്യമില്ല. നമ്മുടെ ലാസ്റ്റ് വീഡിയോ നമ്മളൊരു കാര്യം പറഞ്ഞു നിർത്തിയത്, അതായത് ഇവളുടെ കുറിച്ച് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇവളുടെ ഡയറക്ടർ ഇവളുടെ ഷൂട്ടിനെ കുറിച്ച് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ആ ക്ലിപ്പ് ഒന്ന് ഞാൻ ഇവിടെ നിന്ന് സൈഡിൽ വെക്കാം. എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ശരിക്കും ഒന്ന് കേൾക്കണേ ക്ലിപ്പിൽ പറയുന്ന കാര്യങ്ങൾ. നമസ്കാരം. ഇത് നമ്മുടെ വൈറൽ താരം രേണുസുതിയെ വെച്ചിട്ട് ഇപ്പൊ പുതിയ ആൽബം ഇറക്കിയിരിക്കുന്ന ആളാണ്. ഇപ്പൊ കുറെ കോൺട്രവേഴ്സി ആദ്യം ഒരു മന്ദാരച്ചേലി എന്ന് പറയുന്ന ഒരു ചെപ്പല്ലേ, മന്ദാരച്ചേലി, അങ്ങനെ ഒരു ആൽബം ഇറക്കി, അത് വൈറലായി. അത് കഴിഞ്ഞപ്പോ വീണ്ടും രേണുസുതിയെ വെച്ചിട്ട് ഒരു പുതിയ ആൽബം, കള്ളിപ്പെണ്ണും കള്ളുംകുട്ടി, അങ്ങനെ അതിന്റെ വിഷ്വൽസ് എന്നും പറഞ്ഞിട്ട് കുറെ വിഷ്വൽസ് യൂട്യൂബേഴ്സ് പുറത്തു വിട്ടിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആ ആൽബത്തിന്റെ വിഷ്വൽസ് അല്ല, അതിൽ 1-2 മാത്രമേ ഉള്ളൂ ആൽബത്തിനുള്ളിൽ ഇൻക്ലൂഡ് ആവുന്ന വിഷ്വൽസ്. അതെല്ലാം അല്ല, ഇൻക്ലൂഡ് ആകുന്ന വിഷ്വൽസ്. അപ്പം അതിൽ പലർക്കും അതൊരു എന്താ പറയാ, പല വ്ളോഗേഴ്സും അതൊരു തെറ്റായ ധാരണയിലേക്ക് പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കേട്ടല്ലോ, അത് ആൽബത്തിന്റെ വിഷ്വൽസ് അല്ല എന്നാണ് പറയുന്നത്. അത് എന്താ ചേച്ചി പറഞ്ഞേ? തെറ്റായ ധാരണ. അതെങ്ങനെ തെറ്റായ ധാരണയാവുന്നത്? അതെങ്ങനെ തെറ്റായ ധാരണയാവും? അത് എന്ത് തെറ്റായ ധാരണ എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് മനസ്സിലായില്ല. അതായത്
നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ നായിക, നിങ്ങളുടെ ആൽബത്തിലെ നായിക കുറച്ച് ക്യാമറാമാനെ മറ്റും വിളിച്ചു വരുത്തി വീഡിയോ എടുത്തതാണെന്ന് പറയുന്നുണ്ട്. അവരെ അവിടെ കയറ്റണമെങ്കിൽ അത് നിങ്ങളുടെ അനുമതി ഇല്ലാതെ പറ്റത്തില്ലല്ലോ. നിങ്ങളുടെ കൂടി അനുമതി വേണമല്ലോ. പിന്നെ ഏപ്പടം ചിത്രീകരിച്ച് പോലെ എന്നൊക്കെ പറയുമ്പോൾ അത് അതുപോലെയല്ലേ കാണിച്ചു കൂട്ടിയേക്കണത്. ഇപ്പൊ ഈ സത്യം പുറത്ത് പറഞ്ഞതിന്റെ കാര്യം എന്താ? എന്റെ ആൽബം പൊട്ടിപ്പോന്ന് വിചാരിച്ചിട്ടാണോ? പൊട്ടേണ്ടതാണെങ്കിൽ പൊട്ടും ചേച്ചി. കാരണം ഇവളെ പോലുള്ളവരൊന്നും ഇനി ആരും വളർത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആൾക്കാർക്ക് കുറച്ച് ഒരു കരുണയും കുറച്ച് എന്താ പറയണ കുറച്ച് ഒന്നുമില്ലാത്തവളല്ലേ എന്നൊരു ധാരണയിലാണ് ഇവളെ ആദ്യമൊക്കെ ഹിറ്റായി പോയത്. എല്ലാവർക്കും ഇവളൊരു സഹതാപത്തിലൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോയത്. പക്ഷെ ഇനി ഇവളാരും സ്വീകരിക്കത്തില്ല. നിങ്ങളത് ഇനിയിപ്പം നമ്മുടെ കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് നോക്കിയാൽ മാത്രം മതി. കാരണം വെച്ചാൽ ഇവളുടെ ടോപ്പിക്കേ ആർക്കും സംസാരിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഇവളീ കാണിച്ചു വിട്ടുന്ന ഓരോ അപരാധങ്ങളുണ്ടല്ലോ, അതിനൊക്കെ നിങ്ങളും കൂടി കേൾക്കണം. കാരണം നിങ്ങൾ അനുവദിക്കാതെ ഇതൊന്നും ഇവിടെ നടക്കില്ല അല്ലേ? നിങ്ങൾ അനുവദിക്കാതെ ഒരു കാര്യം ഇവിടെ നടക്കത്തില്ല. ഈ നിങ്ങളുടെ ഷൂട്ടിംഗ് സെറ്റിലെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന്. അല്ലാതെ നായികയായിട്ട് വരുന്ന ആളല്ല തീരുമാനിക്കേണ്ടത്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇപ്പം നല്ല പേടിയായിട്ടുണ്ടാവും അല്ലേ, ആൽബം പൊട്ടിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട്. പൊട്ടേണ്ടതാണെങ്കിൽ പൊട്ടും. കള്ളും കുപ്പിയല്ലേ, കള്ളും കുപ്പിയൊക്കെ പൊട്ടും. പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ പൊട്ടുമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നന്നാവുമായിരിക്കും. ഏപ്പടം മോഡല് അവർ ഇറക്കിയിരിക്കുന്നതാണ്. ശരിക്കും ഒരു ബി ഗ്രേഡ് പിന്നെ ആൽബം ആണ് എന്നുള്ള രീതിയിലേക്ക് തരം താഴ്ത്തിയിരിക്കുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. നോർമലി ഇവരുടെ ഒരു ഹൈപ്പിന് വേണ്ടിയിട്ട് ഇവർ കുറച്ച് മീഡിയക്കാരെ ഇവരുടെ നായിക വിളിച്ചു വരുത്തിയ പ്രകാരം ആ പിന്നെ വിഷ്വൽസ് പുറത്തു വന്നതാണ്. ശരിക്കും അവരുടെ ആൽബത്തിലെ അല്ല അത്. അപ്പൊ പിന്നെ ഈ ഇദ്ദേഹം പറയുന്നത്, RJ ലച്ചു പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾക്ക് പുറത്തേക്ക് ആ ഒരു ആൽബം വന്നു കഴിഞ്ഞാൽ നല്ലൊരു വിഷ്വൽ ആയിരിക്കും നമ്മളുടെ ജനങ്ങൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ലൊരു വിഷ്വൽ ആയിരിക്കും എന്നുള്ളൊരു വാഗ്ദാനമാണ് ഇപ്പൊ നൽകിയിരിക്കുന്നത്. അത് അവര് തന്നെ പറയട്ടെ. നല്ല ആൽബം ആകട്ടെ, നമുക്ക് അങ്ങനെ തന്നെ പറയാം. പക്ഷെ ഇനിയും ഇവളെയൊക്കെ വെച്ചിട്ട് ഇനി ക്ലച്ച് പിടിക്കാമെന്നാണ് ഈ ഡയറക്ടറിനെയൊക്കെ വിചാരം എന്ന് വെച്ചാൽ നടക്കില്ല. കാരണം ഇവളുടെയൊക്കെ മുഖം മൂടി ഓൾറെഡി വലിച്ചു കീറി കഴിഞ്ഞു ആൾക്കാർ, ജനങ്ങളെല്ലാവരും കൂടി തന്നെ. ഇനി ഇത് നടന്നു പോകത്തില്ല. വാഗ്ദാനങ്ങളൊക്കെ നല്ലതൊക്കെ തന്നെ മാഡം. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള ഈ വീഡിയോസ് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഇവരെയൊക്കെ വിളിച്ചു വരുത്തി അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് നിങ്ങളല്ലേ? നിങ്ങളറിയാതെ അല്ലല്ലോ ഈ കാര്യങ്ങളൊന്നും നടക്കുന്നത്. അപ്പം അവരെന്താ കാണിച്ചു കൂട്ടട്ടെ എന്ന് നിങ്ങളുടെ ഒരു വിചാരം അല്ലേ? ഈ പറയുന്ന ഈ ചെറുക്കന്മാരെ, അതായത് ഈ പറയുന്ന ദാസേട്ടനെയും പിന്നെ വേറെ 2 ചെക്കന്മാരും കൂടി ഉണ്ടല്ലോ, ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയത് നിങ്ങളുടെ അറിവ് പ്രകാരം തന്നെയല്ലേ? ഇനിയിപ്പം നിങ്ങൾ പേടിച്ച് കരഞ്ഞിട്ടൊന്നും യാതൊരു ഇത് കാര്യം നിങ്ങളുടെ ആൽബം പൊട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. ഇവൾ പൊട്ടേണ്ടതാണെങ്കിൽ പൊട്ടും ചേച്ചി, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ നല്ല വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. തീർച്ചയായിട്ടും. കാരണം ഈ പറഞ്ഞ ആൽബത്തില് ഇവിടെ വിഷ്വൽ ഉണ്ട്, പുറത്ത് വിഷ്വൽ ഉണ്ടെന്ന് പറഞ്ഞ വിഷ്വൽ ഒന്നും പുറത്തില്ല. രണ്ട് സീൻ എടുത്ത് പുറത്ത് കിടപ്പുണ്ട്. ഈ സീൻ പുറത്ത് കിടക്കുന്ന നമ്മുടെ ഇതിൽ തന്നെയാണ്, അവര് അണ്ടറിൽ തന്നെയാണ് മീഡിയാസ് ഇട്ടേക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള സീനുകളൊന്നും ആൽബത്തിലെ വിഷ്വൽസ് അല്ല. റീൽ എടുത്താണ്, പ്രൊമോഷൻ വീഡിയോസ് എടുത്തേക്കുന്നതാണ്. അതില് എനിക്കിപ്പോ ഞാൻ അവരെ വർക്ക് ചെയ്യാൻ ഇത്രയും തെണ്ടിത്തരം, അതായത് നാറിയ കളികൾ കളിച്ചിട്ടാണ് ഇവള് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത്. അതായത് അള്ളി പിടിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം മറ്റവള് വന്നിട്ട്, അതായത് സജീല എന്ന് പറയുന്ന അവള് വന്നിട്ട് രേണുസുധീനെ വെളുപ്പിക്കാനായിട്ട് വെള്ള പൂശി എടുക്കാനായിട്ട് ഒന്ന് വന്നിരുന്നു കൊടുത്തത്. മനസ്സിലായല്ലോ? എന്താ മോളെ സജീനെ, ഇപ്പൊ എന്തായി? വർക്ക് ചെയ്യാൻ വിളിച്ചു എന്ന ബേസിൽ എനിക്ക് അവരെ എന്റെ അടിമയാക്കി നിർത്താൻ പറ്റില്ല. എന്റെ ലൊക്കേഷൻ ആ ഷാപ്പ് പായ്ക്കപ്പായ സമയത്താണ് ആ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പം ലൊക്കേഷൻ ഒരു റീൽസ് ആയിരുന്നു അത്. ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇപ്പൊ രേണുസുധീനെ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് ആ വീഡിയോ വെച്ചിട്ട്. ഒരുപാട് സെക്സ് കണ്ടന്റ് ഒരുപാട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അങ്ങനെ ചിന്തിച്ച് കാണുന്നവർക്കല്ലേ അത് ആവുന്നുള്ളൂ. ഒരു 10-50 പേര് നിൽക്കുന്നിടത്ത് അങ്ങനെ നടക്കുക സംഭവം. മീഡിയാസ് ഞങ്ങളെ കാണാൻ വന്ന ബാക്കിയുള്ള ആൾക്കാർ ഇവരെല്ലാം നിൽക്കില്ലേ. അത് വീഡിയോ വിഷ്വലി റീല് പ്രൊമോഷൻ എടുത്ത സാധനം. അതൊരു പ്രൊമോഷൻ റീലായിരുന്നു എന്നാണ് ഇവര് പറയുന്നത്. അത് വിഷ്വൽസ് ഒരിക്കലും അത് പ്രൊമോഷന് വേണ്ടി എടുത്തത്, അതും അതായത് അഭിനേതാക്കളുടെ ഇഷ്ടപ്രകാരം അവര് എടുത്തതെന്നാണ് പറയുന്നത്. അപ്പൊ അവര് തമ്മില് ഇപ്പം ലൊക്കേഷനിൽ കുറച്ച് തിരക്ക് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ ഷൂട്ടൊക്കെ തുടങ്ങാം. അപ്പൊ ആ ഒരു ഫ്രീ ടൈമിൽ എടുത്ത റീലാണ്. ഫ്രീ ടൈം അല്ല, ആ ലൊക്കേഷൻ പായ്ക്കപ്പിന്റെ സമയത്ത് എടുത്ത റീലാണത്.
അപ്പൊ ആർജെ ലച്ചു ഇനിയും ഒരുപാട് ആൽബങ്ങളും അല്ലേ ചേച്ചി? എല്ലാവിധ ആശംസകൾ. അതായത് 50 പേര് കൂടി നിൽക്കുന്നിടത്ത് സെക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം. നിങ്ങളൊക്കെ അവിടെ നിൽക്കണല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ആണോ ഈ പേടിച്ച് വിറച്ച് വന്നിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും മീഡിയാസിന് മുമ്പിൽ വന്ന് കിടന്നിട്ട് ഉരുളണത്? ആൽബം പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട്. ഇതിനുള്ള ഇതൊക്കെ സമ്മതമൊക്കെ കൊടുത്തത് നിങ്ങളൊക്കെ തന്നെയല്ലേ, അല്ലാതെ ഇവിടുന്ന് ഇങ്ങനെ കാണിച്ചു കൂട്ടത്തില്ലല്ലോ. ഇത്ര നെഗറ്റീവ്സ് അങ്ങ് ഇറങ്ങി വന്നപ്പോഴല്ലേ നിനക്കൊക്കെ മനസ്സിലായത്. അതായത് എല്ലാവരും ഉദ്ദേശം എന്ന് വെച്ചാൽ നെഗറ്റീവ്സിലൂടെ ആണെങ്കിലും റീച്ച് ഉണ്ടാക്കി അങ്ങ് സെറ്റാക്കുക, അത്ര അതാണ് വിചാരിച്ചേക്കണം. അതായത് കേട്ടല്ലോ, അതായത് അഭിനേതാക്കളുടെ ഇഷ്ടപ്രകാരം എടുത്ത വീഡിയോസും റീൽസൊക്കെയാണ് ആ കാണുന്ന ദൃശ്യങ്ങൾ എന്നൊക്കെയാണ് ഇവർമാര് പറയുന്നത്. ഇതിന്റെ ആൾക്കാർ പറയുന്നത്, അണിയറ പ്രവർത്തകർ പറയുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ. അതായത് നെഗറ്റീവ്സ് വേണം, അതായത് അങ്ങനെയൊക്കെ കാണിച്ചാലേ ഇവർക്കൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഈ ദാസപ്പനാണെങ്കിലും ഈ എന്താണ് അക്ഷയ അവനാണ്, പിന്നെ വേറെ ആരാണ്ടൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ അങ്ങനെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ നെഗറ്റീവ്സ് വേണം. ആ നെഗറ്റീവ്സ് ഉണ്ടെങ്കിലേ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടി കാട്ടിക്കൂട്ടി ഓരോ കാര്യങ്ങളാ. അപ്പൊ നമ്മുടെ അതായത് ഇപ്പൊ എല്ലാവർക്കും തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എല്ലാം ഇവളുടെ കളികളാണ്, ഇവള് പഠിച്ച കളിയാണ്. പിന്നെ ഇവൾക്ക് കൂട്ടു നിൽക്കുന്ന അവളുണ്ടല്ലോ സജീന എന്ന് പറയുന്ന ആള്, അവൾ അതിലും വലിയ പഠിച്ച കളിയാണ്. അതായത് കഴിഞ്ഞ വീഡിയോസിൽ വന്നിട്ട് അവൾ പരമാവധി രേണുസുധീനെ വെച്ചിട്ട് കാശുണ്ടാക്കാൻ വേണ്ടി സജീന ശ്രമിച്ചു, അത് നടന്നില്ല. വീഡിയോയിൽ സജീനം വന്ന് നമ്മുടെ രേണുവിനെ പരമാവധി വെളുപ്പിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. പക്ഷെ രേണു ഒന്നും കൂടി എക്സ്പോഷർ ആവുകയാണ് ചെയ്തത്. ഇപ്പൊ വീണ്ടും വീണ്ടും എക്സ്പോഷർ ആയിക്കൊണ്ടിരിക്കുന്ന കളികൾ എല്ലാവരും തന്നെ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി ഇങ്ങനത്തെ ഒരു വിഷയം എടുത്തുകൊണ്ട് വരാൻ പറ്റല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇവിടെ നമുക്ക് വിട്ടുകളയാം, കാരണം ഒത്തിരി പേര് പറയുന്നുണ്ട് രേണുവിൻ്റെ വിഷയം എടുക്കരുത് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ബൈ ബൈ.